നാസിക്കിലെ TCS BPOയിൽ നടന്ന ലൈംഗികാതിക്രമ മതപരിവർത്തന കേസുകളിൽ പ്രതി നിദാ ഖാൻ അറസ്റ്റിൽ. ഛത്രപതി സംഭാജി നഗറിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. 25 ദിവസമായി ഇവർ ഒളിവിലായിരുന്നു. വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രനുണ്ട്. ശ്രീനാഥ്, ഏറെ നാളായി ഒളിവിൽ കഴിയുകയായിരുന്നു, ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? കഴിഞ്ഞ 25 ദിവസമായി നിദാ ഖാൻ ഒളിവിലായിരുന്നു. അവരെവിടെയെന്ന് കണ്ടെത്താൻ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ഇപ്പോൾ ഛത്രപതി സംഭാജി നഗറിൽ നിന്നാണ് പിടികൂടിയത്. കഴിഞ്ഞ 4 ദിവസമായി ഇവിടെ മാതാപിതാക്കൾക്കൊപ്പം അവർ താമസിക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടി. പിന്നീട് ഛത്രപതി സംഭാജി നഗറിലെ പോലീസ് മേധാവിയുടെ ഒരു ടീം രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് അവിടെ വെച്ച് ഈ ഫ്ളാറ്റിൽ വെച്ച് തന്നെ അവരെ പിടികൂടിയത്. ഇപ്പോൾ അവരെ റിമാൻഡ് ചെയ്യുകയും പിന്നീട് ഇപ്പോൾ നാസിക്കിലേക്ക് അവരെ അന്വേഷണത്തിന്റെ ഭാഗമായി ഇപ്പോൾ കൊണ്ടുവരികയും ചെയ്യുകയാണ്. അതിനുശേഷം വിശദമായ അന്വേഷണം, മൊഴിയെടുപ്പും മറ്റുമൊക്കെ നടത്തേണ്ടതുണ്ട്. നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ഇവർ ശ്രമിച്ചിരുന്നു. ഗർഭിണിയാണ് എന്നതടക്കമുള്ള സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടക്കാല ജാമ്യത്തിനുള്ള അപേക്ഷ സമർപ്പിച്ചത്. പക്ഷേ കോടതി ആ അപേക്ഷ പരിഗണിച്ചില്ല, അത് തള്ളുകയായിരുന്നു. അതുകൊണ്ട് അറസ്റ്റ് അനിവാര്യമായിരുന്നു. അത് 25 ദിവസത്തോളം ഒളിവിൽ കഴിഞ്ഞു എന്നത് മാത്രമാണ് അതിലുള്ളത്. നിദാ ഖാന് ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ പങ്കുണ്ട് എന്നതാണ് ഉയർന്ന ആരോപണം. 9 FIRകളാണ് ഈ കേസിലുള്ളത്. 8 വനിതാ ജീവനക്കാരാണ് പരാതി നൽകിയത്. മതപരിവർത്തനത്തിലുള്ള ശ്രമം, ഒപ്പം തന്നെ ലൈംഗിക ചൂഷണം, ഭീഷണിപ്പെടുത്തൽ, മതവികാരം വ്രണപ്പെടുത്തൽ തുടങ്ങിയ ആരോപണങ്ങളാണ് നിദാ ഖാൻ അടക്കമുള്ളവർക്ക് ഉള്ളത്. പ്രതികളുമായി ഏറ്റവും അടുത്ത ബന്ധം നിദാ ഖാൻ ഉണ്ടെന്നും പ്രതികളുമായി ബന്ധിപ്പിക്കുന്നതിൽ, ഇരകളെ ബന്ധിപ്പിക്കുന്നതിൽ നിദാ ഖാന് പങ്കുണ്ട് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ്. 2 മാസങ്ങൾക്ക് മുമ്പ് നിദാ ഖാൻ നാസിക്കിലെ BPOയിൽ നിന്ന് ട്രാൻസ്ഫറായി ജോലി സ്ഥലം മാറി മുംബൈയിലേക്ക് വന്നതാണ്. അതിനിടയിലാണ് ഇങ്ങനെ കേസ് ഉയർന്നു വരുന്നത്. 2022 മുതൽ ഈ വർഷം ഫെബ്രുവരി വരെ നടന്ന കാലയളവിൽ ആണ് ഈ കേസിനാസ്പദമായ സംഭവങ്ങൾ നടക്കുന്നത്. പിന്നീട് പോലീസ് പ്രത്യേക സംഘത്തെ രൂപീകരിക്കും, വിശദമായ അന്വേഷണം നടത്തുകയും ചെയ്തതിനു ശേഷമാണ് ഓരോ അറസ്റ്റുകളായി ഈ കേസിൽ രേഖപ്പെടുത്തുന്നത്. ശരി, ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.